ഇവർ വിവാഹിതരായാൽ ഭൂമിജയെ രക്ഷപ്പെടുത്താനായിട്ട് അച്യുതൻ ഭൂമിജയോട് പറയുന്നുണ്ട്, ഈ നാട്ടിൽ നിന്ന് പോയാലോ? അച്ഛന് വളരെ പേടിയായിട്ടില്ല, അതായത് പേടിയായിട്ട് പാടില്ല മകളെ, നമുക്ക് പോകാം എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ഭൂമിജ പറയുന്നുണ്ട്, അച്ഛാ നമുക്കിപ്പോൾ അത്യാവശ്യം നല്ലൊരു കച്ചവടമുണ്ട്, കൂടാതെ ജീവിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പിന്നെ ഇവിടെ നിന്ന് പോകണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഭൂമിജയോട് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, വളർത്തച്ഛൻ പറയുന്നുണ്ട്, മോളെ എനിക്കിവിടെ നിന്നിട്ട് വളരെയധികം പേടിയും കാര്യങ്ങളൊക്കെ ആവുന്നു, എന്തൊക്കെയോ നമ്മുടെ കുടുംബത്തിന് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ വരുന്നു, അതുകൊണ്ട് പോയാലോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഭൂമിജ പറയുന്നുണ്ട്, എന്തിനാ അച്ഛാ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, അച്ഛന് ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നും വരില്ല, അച്ഛനെ അതിൽ നിന്നെല്ലാം ഞാൻ രക്ഷിക്കും, അതോർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ ഭൂമിജ പറയുന്നു, അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, വിഷമിക്കണ്ട, നമുക്ക് എല്ലാ പ്രശ്നവും പറഞ്ഞ് പരിഹരിക്കാമെന്ന് പറയുമ്പോൾ മോളെ അച്ഛൻ ആകെ ഭയന്നിട്ട് പാടില്ല, എന്ത് ചെയ്യണമെന്ന് അച്ഛൻ അറിയില്ല എന്ന് പറയുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ ഭൂമിജയുടെ അപ്പച്ചി, യഥാർത്ഥ അപ്പച്ചി ഭൂമിജയെ കൊല്ലാനായിട്ട് നമ്മുടെ ആൾക്കാരെ, കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഭൂമിജയെയും എല്ലാവരെയും രക്ഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നുള്ള ചിന്തയാണ് അച്ഛന്. പിന്നെ ഭൂമിജയെ നഷ്ടപ്പെടാനും പാടില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഭൂമിജ പോവാൻ ഒരുക്കമല്ല എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ.